ഗുരുവായൂർ അമ്പലനടയിൽ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ രാജുവേട്ടൻ, ബേസിൽ ജോസഫ്, നിഖില വിമൽ, രാജ്, യോഗി ബാബു, അങ്ങനെ കുറേ പേരുണ്ട്. ഈവൻ യൂട്യൂബേഴ്സും സിനിമയിലുണ്ട്. പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു RTO ഓഫീസർ ഉണ്ട്, നമ്മുടെ നിലമ്പൂരുകാരൻ. എല്ലാ രീതിയിലും സിനിമ എനിക്ക് നല്ലൊരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന, നല്ല രീതിയിൽ ചിരിച്ച് പോകാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. ഒരു കല്യാണത്തിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമേൻ്റെ ഓവറോൾ സ്റ്റോറി വരുന്നത്. ട്രെയിലർ കണ്ടവർക്ക് ശരിക്കും കലങ്ങും സിനിമേൻ്റെ ഓവറോൾ സ്റ്റോറിയൊക്കെ. ആ കല്യാണത്തിനെ ബേസ് ചെയ്തിട്ട് ഈവൻ ഈ സിനിമയിൽ ഗുരുവായൂർ അമ്പല നട തന്നെ ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ കൈയടിച്ച് പാസ്സാക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ്. പിന്നെ സിനിമ നോക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലും ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും എൻഗേജിങ് ഫാക്ടർ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ചിലയിടത്തൊക്കെ വലിയ കോമഡി എടുത്ത് എറിയുന്നുണ്ട്. പിന്നെ സിനിമയിലെ റെഫറൻസ് എടുത്ത് വെക്കുന്നുണ്ട്. ഈവൻ 3 റെഫറൻസാണ് ഞാൻ കണ്ടെത്തിയത്. ഒന്ന് രാജുവേട്ടൻ്റെ ആയ സിനിമയും പിന്നെ ഒരു 2 വിൻറ്റേജ് സോങ്സും, തമിഴും ഒന്ന് മലയാളവും. 2 വിൻറ്റേജ് സോങ്ങും നല്ല രീതിയിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടിയും എൻഗേജിങ് ഫാക്ടേഴ്സായിട്ട് അങ്ങനത്തെ പാട്ടുകൾ ഇപ്പോൾ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് പല മലയാള സിനിമകളും. ഈ സിനിമ മാത്രമല്ല, എല്ലാ സിനിമയും ഇപ്പം അങ്ങനെയായിട്ട് വരികയാണ്. ഈ സിനിമയിൽ നമ്മുടെ നിഖില വിമലിൻ്റെ അഴകിയ ലൈല എന്ന് പറഞ്ഞ സോങ്ങും നല്ല രീതിയിൽ സിങ്ക് ആവുന്നുണ്ട്. സത്യം പറയാൻ ഞാൻ ആ പാട്ട് കേട്ട് എനിക്ക് തന്നെ ആ പാട്ട് കേട്ടുകൊണ്ടേയിരിക്കണം. എല്ലാ രീതിയിലും എനിക്ക് നല്ല ഒരു എൻഗേജിങ് ഫാക്ടർ ഉണ്ട്. പിന്നെ മറ്റ് ആക്ടേഴ്സിനെ കുറിച്ച് ഒരിക്കലും പറയാതിരിക്കരുത്. അവരും നല്ല രീതിയിൽ കോമഡിക്ക് കോമഡി എന്ന രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും എല്ലാ കാറ്റഗറിയിലും സിനിമയിൽ എടുത്തു പറയേണ്ടത് എല്ലാ ആക്ടേഴ്സും നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല ഡയറക്ഷൻ തന്നെയാണ് ഈ സിനിമയിൽ കാണാൻ സാധിച്ചത്. എല്ലാവർക്കും അത്യാവശ്യമായ സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമയിൽ യോഗി ബാബു സത്യം പറയുകയാണെങ്കിൽ സിനിമയിൽ ഉണ്ട്, ഞാനുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ഈ സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവമാണ്. അങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളൊരു ക്യാരക്ടറൊന്നും ഇല്ലെങ്കിലും ഓക്കെ, ചെറിയ രീതിയിൽ ഞാനുണ്ട് സിനിമയിൽ എന്ന് പറയുന്ന ഒരു റോളുണ്ട് സിനിമയിൽ. അങ്ങനെ നോക്കുകയാണെങ്കിലും കുഴപ്പമില്ലാന്ന് പറയാം. പിന്നെ സിനിമയിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അത്യാവശ്യം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അജു വർഗീസൊക്കെ ഉണ്ട് ചെറിയ രീതിയിലൊക്കെ ഒരു പാട്ടൊക്കെ പാടാനായിട്ട്. എല്ലാ രീതിയിലും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്നവർ എന്തായാലും തിയേറ്ററിൽ പോയി കാണാൻ. എന്തായാലും അടുത്ത ആഴ്ച തന്നെ ആമസോണിൽ വരും.